So the steps of report writing. First one, plan the project in advance, fix the target and final date of completing the report. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊജക്റ്റിൻ്റെ പ്ലാൻ എന്താണെന്നുള്ളത് നമ്മൾ റിസർച്ച് ഡിസൈനിൽ പറഞ്ഞിരുന്നു. എന്താ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മളൊരു ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കി വെക്കണം. ഓക്കെ, ലൈക്ക് ദാറ്റ് ഒരു റിപ്പോർട്ട് റൈറ്റിങ്ങിന് മുമ്പ് വി വോണ്ട് ടു പ്ലാൻ ദ പ്രൊജക്റ്റ് ഇൻ അഡ്വാൻസ് ആൻഡ് ഫിക്സ് ദ ടാർഗറ്റ് ആൻഡ് ഫൈനൽ ഡേറ്റ് ഓഫ് കംപ്ലീറ്റിംഗ് ദ റിപ്പോർട്ട്. എന്നാണ് നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ടാർഗറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യണം. നെക്സ്റ്റ്, ദ ടൈം ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗ് ഷുഡ് ബി പ്ലാൻഡ് ഇൻ അഡ്വാൻസ്. Next, arrange the data, documents, bibliography, etc. in conformity with the structure of the report. ഇപ്പോൾ റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാസ് അറേഞ്ച് ചെയ്യണം. ആദ്യം തന്നെ നമ്മൾ ടേബിൾസും ഫിഗേഴ്സും കൊണ്ടിടില്ല. ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കും, എന്താ നമ്മുടെ ടൈറ്റിൽ, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തിയോററ്റിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കും. Then we will come to research design. Then we will come to what all sampling that we have taken in that particular study. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റാസിനൊക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നു. ഡാറ്റാസ്, ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഓൾസോ വട്ട് ബിബ്ലിയോഗ്രഫി. ബിബ്ലിയോഗ്രഫി എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ റെഫറൻസ് നടത്തി എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഇൻ കൺഫർമിറ്റി വിത്ത് ദ സ്ട്രക്ചർ ഓഫ് ദ റിപ്പോർട്ട്. നെക്സ്റ്റ്, ദ ഔട്ട്ലൈൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ മെയിൻ പോയിൻറ്റ്സ് ആൻഡ് സബ് പോയിൻറ്റ്സ്. Next, prepare a rough report of what one has done in his studies. He has to write down the procedure adopted by him in collecting the material, the technique or analysis adopted by him, the broad findings and generalizations, and his suggestions. ഇപ്പോൾ ഒരു റിസർച്ചർ റഫ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം ഓൺ വാട്ട് വൺ ഹാസ് ഡൺ ഇൻ ഹിസ് സ്റ്റഡീസ്. ആ റിസർച്ചർ നടത്തിയ സ്റ്റഡീസിൽ അവരെന്താണ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു റഫ് റിപ്പോർട്ട് ആദ്യം പ്രിപ്പയർ ചെയ്യുക. ദെൻ ഹി ഹാസ് ടു റൈറ്റ് ഡൗൺ ദ പ്രൊസീജിയർ അഡോപ്റ്റഡ് ബൈ ഹിം. ആ റിസർച്ചർ ഏത് പ്രൊസീജിയറാണോ അഡോപ്റ്റ് ചെയ്തത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ എഴുതുക, എങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഇൻ കളക്ടിങ് ദ മെറ്റീരിയൽ, അതുപോലെ എന്തൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്തു, എന്തൊക്കെ അനാലിസിസ് ആണ് അതിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ഫൈൻഡിങ്സ് നടത്തി, എങ്ങനെയാണ് ജനറലൈസ് ചെയ്തിരിക്കുന്നത്, ഈ ജനറലൈസ് ചെയ്യാനുള്ള കാരണം എന്താണ്, ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഐഡിയാസും കാര്യങ്ങളും ഒരു റിസർച്ചർ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു റഫ് റിപ്പോർട്ടിൽ ഓർഡർ ഫോമിൽ നമ്മൾ എഴുതി വയ്ക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ശരിക്കും ഒരു റഫ് റിപ്പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊരു ഫൈനൽ റിപ്പോർട്ടിലേക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നൗ കീപ് ദ റഫ് റിപ്പോർട്ട് for few days for careful reading and then revising it on the basis of thinking and discussing with others. അപ്പോൾ ഈ റഫ് റിപ്പോർട്ട് കുറച്ച് ദിവസം വെച്ച് നന്നായിട്ട് കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യുക. റഫ് റിപ്പോർട്ട് ഉണ്ടാക്കി ഉടനെ തന്നെ ചെയ്യല്ല, അത് നമ്മുടെ ഗൈഡിനെ കാണിക്കും. അതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യും, അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക, ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. അങ്ങനെയുള്ള എഡിറ്റിംഗ് എല്ലാം നടത്തി കഴിഞ്ഞ് കെയർഫുള്ളായിട്ട് തിങ്ക് ചെയ്ത് ഡിസ്കഷൻ വിത്ത് അതേഴ്സ്, ഓക്കെ, ഇതുമായിട്ട് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു ഫൈനൽ റിപ്പോർട്ടിലേക്ക് പോവുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ടു ഗെറ്റ് ഹെൽപ്സ് ഓഫ് സം എക്സ്പീരിയൻസ്ഡ് ആൻഡ് നോളജബിൾ പേഴ്സൺ അറ്റ് ദിസ് സ്റ്റേജ്. Next, rewrite the report on the basis of the revision made and corrections effected on the report. അങ്ങനെ ഒരു എക്സ്പേർട്ടുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ടിനൊന്ന് റീറൈറ്റ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു. ആൻഡ് വി വോണ്ട് ടു മേക്ക് സം റിവിഷൻസ്. അതൊക്കെ റിവൈസ് ചെയ്ത് അതിലെ കറക്ഷൻസ് എല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോവുക. That is preparing the final bibliography. Bibliography may contain two parts. First, containing name of the book and pamphlet. Second, containing the names of magazines and newspaper articles. അപ്പോൾ ബിബ്ലിയോഗ്രഫി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പെർട്ടിക്കുലർ റിസർച്ച് നടത്താൻ വേണ്ടി എന്തൊക്കെ റെഫറൻസസ് നമ്മൾ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ബിബ്ലിയോഗ്രഫിയിൽ നമ്മൾ 2 പാർട്ടായിട്ടാണ് അത് ചെയ്യുക. ആദ്യം നമ്മൾ നെയിം ഓഫ് ദ ബുക്സും അതിൻ്റെ പാംപ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആദ്യം മെൻഷൻ ചെയ്യുക. പിന്നെ നമ്മൾ ഏതൊക്കെ മാഗസിൻസും ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസും നോക്കി അത് നമ്മൾ മെൻഷൻ ചെയ്യും. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്, എങ്ങനെയാണ് ബിബ്ലിയോഗ്രഫി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Next, the last step in report writing is the writing of a final draft of the report. ഓക്കെ, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ദ ഫൈനൽ ഡ്രാഫ്റ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ എ കൺസൈസ് ആൻഡ് ഒബ്ജക്റ്റീവ് സ്റ്റൈൽ ആൻഡ് ഇൻ സിമ്പിൾ ലാംഗ്വേജ്. ഏതൊരു കോമൺ മാനും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള സിമ്പിൾ ലാംഗ്വേജിലും ഒബ്ജക്റ്റീവിനെ പോയിൻറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു ഫൈനൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, so these are the steps in report writing.